ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇന്നൊരു പൊട്ടറ്റോ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ് പൊട്ടറ്റോ ബോൾസ്. നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം മതി. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചൂടുവെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മസാല ദോശയുടെയൊക്കെ ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങില്ല, അത്രയും വേവെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇനി നമുക്കിതിൻ്റെ തോല് പൊളിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ തോല് പൊളിച്ചിട്ട് നല്ല വെള്ളത്തിലിട്ട് വേവിക്കാം കേട്ടോ. ഇത് ഞാൻ നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വേവിച്ചത്, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇട്ട് വേവിച്ചത്. അപ്പോൾ നമ്മൾ നല്ല ചൂടുണ്ട്, നമുക്ക് നന്നായിട്ട് ഈ തൊലിയൊക്കെ പൊളിച്ച് ക്ലീനാക്കി എടുക്കാം. ഇനി ക്ലീനാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട്, എൻ്റെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വേവിക്കുമ്പോൾ കുറച്ചും കൂടി വേവിക്കാൻ നോക്കാം. കാര്യം നമുക്ക് കുഴയ്ക്കാനൊക്കെ നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് കുഴഞ്ഞു കിട്ടുന്ന, അതായത് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കാത്ത രീതിയിൽ വേണം നമ്മൾക്ക് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലും നമുക്ക് കുഴയ്ക്കാനും സിമ്പിളാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്തോരം ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ എന്തോരം നമ്മൾ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കാൻ നോക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണൊക്കെ ആക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ്. കാര്യം നമുക്ക് കുഴക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കട്ടിയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ആ ടേസ്റ്റേ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമല്ല, പച്ചമുളകാണ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇനി നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രഷ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ചതച്ച് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ, അങ്ങനെയും ചേർക്കാം ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുരുമുളക്, ഇതിന് ഈ ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടാലും കുരുമുളക് പൊടിയും കൂടി ഇടുന്ന ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്ക് കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല വീട്ടിൽ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നന്നായിട്ട് ഇനി നമുക്കൊന്ന് കുഴയ്ക്കാം. നല്ല രീതിക്ക് കുഴച്ച് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ 2 കൈയിലും കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി മാറ്റി ബോൾസാക്കി എടുക്കാം. ഇത് പല ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിവിടെ ബോളാക്കിയാണ് എടുക്കാൻ പോകുന്നത്. ഇത് ചിലവർ സ്റ്റിക്കായിട്ട് പൊട്ടറ്റോ സ്റ്റിക്ക് എന്നുള്ളൊരു രീതിയിലും എടുക്കാറുണ്ട്, നല്ല സ്റ്റിക്ക് പോലെ. അപ്പോൾ ഞാനിവിടെ ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ രീതിയിൽ ഇത് ഈ ഒരു സൈസ് ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ, നമുക്ക് എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. നമ്മൾ ഓയിൽ നല്ല ചൂടായെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ്, പൊട്ടറ്റോ ബോൾസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടാവാതെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. അതൊന്ന് ഫ്രൈഡ് ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് വിട്ട് വന്നോളും. ഇത് ഇടുമ്പോൾ തന്നെ ബ്രൗൺ കളർ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചൂട് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. 2 സൈഡും അത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഒക്കെ വരുമ്പോൾ തൊട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഒരു 2 സൈഡും ബ്രൗൺ കളറായി നമുക്ക് വെന്ത് എന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ഭാഗം എന്നല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് എല്ലാം ഈ ഓയിലിലേക്ക് തന്നെ ഇടുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വെന്ത് വരുന്നുണ്ട്. ഒരു സൈഡ്, ചിലതിൻ്റെ ഒരു സൈഡിലൊക്കെ ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. ഇത് 2 സൈഡും ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം. അത് കുക്കിംഗ് അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇടയ്ക്കെങ്കിലും വീട്ടിൽ ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പൊട്ടറ്റോ ബോൾസിൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.